അജയനുണ്ടൊരു രണ്ടാം ഭാര്യ. ഭാഗം 2. അജയ, ഇപ്പൊ ഇവിടെ ജോലിയൊന്നുമില്ല. ഉള്ള ആൾക്കാർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ ഞാൻ കിടന്ന് വലയുവാ. നിനക്ക് ഞാനൊരു നമ്പർ തരാം. നീ ചെയ്ത കമ്പനിയുടെ എക്സ്പീരിയൻസ് വെച്ച് അവിടെ ചിലപ്പോൾ നിനക്ക് ജോലി കിട്ടുമായിരിക്കും. പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാനും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഗൾഫിലുള്ള ഒരു സുഹൃത്തിന്റെ അളിയനാണ് കരീം. അയാളത് പറയുമ്പോൾ അജയൻ സൂക്ഷ്മമായി ആ നമ്പർ എഴുതി വാങ്ങി. അജയൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. അവിടേക്ക് ചെന്നപ്പോൾ ഒരു താടി വെച്ച മനുഷ്യനായിരുന്നു അവിടുത്തെ മാനേജർ. അയാൾ അജയനെ കണ്ടപ്പോൾ തന്നെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു. ഇവിടെ ഇപ്പോൾ ദിവസവേതനത്തിന് മാത്രമേ ആളെ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ അജയൻ ജോലികളൊന്നും വശമില്ലാത്ത ആളൊന്നും അല്ലല്ലോ. ഇടയ്ക്ക് സിമന്റും ചാക്കൊക്കെ ഒന്ന് ചുമക്കേണ്ടി വരും. അജയനെ പോലെ തടിമിടുക്കുള്ള ആണുങ്ങളെയാണ് ഈ കമ്പനിക്ക് ആവശ്യം. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും വെറും കൂലിപ്പണിയിലേക്ക് പോകുമ്പോൾ അജയന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ബാങ്കിലെ ലോൺ. വീട് വെക്കാൻ എടുത്ത ലോണായിരുന്നു അത്. എങ്ങനെയെങ്കിലും അത് തിരിച്ചടയ്ക്കണം. അജയൻ എല്ലാത്തിനും ഓക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. ജോലി കിട്ടിയോ മോനെ? ആ, കിട്ടി. നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അജയൻ അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വീടിനുള്ളിലേക്ക് ചെന്ന് മുറിയിലേക്ക് കയറുമ്പോൾ അപർണ മുറിക്കകത്തുണ്ടായിരുന്നു. അവൾ ഒരു ആകാംക്ഷയോടെ അജയനോട് ചോദിച്ചു: അജേട്ടാ, എത്ര ശമ്പളം കിട്ടും? എന്തായാലും അവിടുത്തെ പോലെ ഒരിക്കലും കിട്ടില്ലല്ലോ. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലേ മാഷേ? അജയൻ അത് പറയുമ്പോൾ അപർണയുടെ മുഖത്ത് ഒരു തെളിച്ചവുമില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടിയല്ലോ. ഇനി നമുക്ക് വേറെ വീട്ടിലേക്ക് മാറിക്കൂടെ? എടോ, ഇപ്പൊ ഏതായാലും വേണ്ട. ഞാൻ പറയാം. കുറച്ച് ശമ്പളമൊക്കെ കിട്ടിയിട്ട് പിന്നെ മാറാം. അതല്ലേ നല്ലത്? ഉം. ഒരു മാസം സമയം ഞാൻ തരും. അതിനുള്ളിൽ മാറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോകും. കേട്ടല്ലോ? അപർണയുടെ ആ പറച്ചിലിൽ ഒരു പുഞ്ചിരി മാത്രം തിരിച്ചു നൽകി അജയൻ അകത്തേക്ക് പോയി. ഇനി ജോലിയും ചില കടമ്പകളും. അതായിരുന്നു അജയന്റെ മനസ്സിൽ. അടുത്ത ദിവസം രാവിലെ മുതൽ അയാൾ തന്റെ ജോലിയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. പൊരി വെയിലത്ത് കിടന്ന് പണിയെടുക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണം. ജീവിതം അത്ര സന്തോഷമല്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ആനന്ദം അയാൾ കണ്ടെത്തി. അജേട്ടാ, ഞാൻ ബാങ്കിലൊരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതില് എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. ആഹാ, എന്നാ പിന്നെ ജോയിൻ ചെയ്യ് എന്റെ പൊന്നു ഭാര്യയെ. അപർണ അത് പറയുമ്പോൾ അജയന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ജീവിതത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചുകൂടി അവൾ കൂടി അറിയട്ടെ എന്ന് അയാൾ വിചാരിച്ചു. ആദ്യത്തെ 3 മാസം ട്രെയിനിങ് ആയിരിക്കും. പിന്നെ സ്ഥിരമാകും. അതുവരെ അധികം ശമ്പളമൊന്നും കിട്ടില്ല കേട്ടോ. ആ, അത് കുഴപ്പമില്ല. എന്തായാലും എന്റെ ഭാര്യ ഒരു ബാങ്ക് ജീവനക്കാരിയാണെന്ന് എനിക്കെല്ലാവരോടും പറയാലോ. ഇനിയിപ്പോ എന്തായാലും ഇവിടുന്ന് മാറിയേ പറ്റൂ. ടൗണിൽ വരെ പോയിട്ട് ദിവസം പോയി വരാനൊന്നും എനിക്ക് പറ്റത്തില്ല. അജിയേട്ടനും അവിടെ തന്നെയല്ലേ ജോലി? അപ്പം അവിടേക്കൊരു വീട് നോക്ക്. എടോ, അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനാ നമ്മൾ മാത്രം പോകുന്നേ? അവർക്ക് അവരുടെ മോളുണ്ടല്ലോ, പിന്നെന്താ? അതുമില്ലെങ്കിൽ അവരുടെ ഇളയ സന്താനത്തിനെ ഇവിടെ പിടിച്ചു നിർത്ത്. അവൾക്കൊപ്പം എറണാകുളത്തെ കോഴ്സ് കഴിയാറായല്ലോ. ലീലയ്ക്ക് മൊത്തം 3 മക്കളാണുള്ളത്. മൂത്തത് അജിത, പിന്നെയുള്ളത് അജയൻ, താഴെയുള്ളത് അഞ്ജിത. ഭർത്താവായ ദിവാകരൻ മരിച്ചതിൽ പിന്നെ ലീലയാണ് 3 മക്കളെയും വളർത്തി ഈ നിലയിലെത്തിച്ചത്. അപർണയുമായുള്ള സംസാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ കാപ്പിയുമായി നിൽക്കുന്ന ലീലയാണ് അജയൻ കാണുന്നത്. മോനെ, അവളുടെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്ക്. നീ വെറുതെ അമ്മയുടെ കാര്യമാലോചിച്ച് തലപുണ്ണാക്കണ്ട. ഇത് മാത്രം പറഞ്ഞ് ഒരു നിറകണ്ണുകളോടെ ലീല അകത്തേക്ക് പോയി. 2 ആഴ്ചയ്ക്കുള്ളിൽ അജയനും അപർണയും ടൗണിൽ തന്നെ ഒരു കുഞ്ഞു വീട് വാടകയ്ക്കെടുത്തു. വീടൊരെണ്ണം വാടകയ്ക്കാണെന്നുണ്ടെങ്കിലും അപർണ നല്ല സന്തോഷത്തിലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറി അതുമായിട്ട് പൊരുത്തപ്പെട്ടു. അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അജയന് ഇന്ന് കൂടുതൽ പണികൾ സൈറ്റിലുണ്ടെന്ന് മാനേജർ നേരത്തെ പറഞ്ഞിരുന്നു. ചാക്കുകെട്ടുകൾ മുതുകിൽ വെച്ചുകൊണ്ട് മുകളിലത്തെ നിലയിൽ കൊണ്ടുവരുന്നതുവരെ അയാൾ കൃത്യമായി ചെയ്തു. പക്ഷേ അതിനുശേഷമുള്ള മൈക്കാട് പണിയായിരുന്നു കുറച്ച് കഷ്ടമായിട്ട് തോന്നിയത്. അയാൾ അതിനുവേണ്ടി കുറെ കഷ്ടപ്പെടുമ്പോൾ വെയിലിന്റെ മങ്ങിയ വെളിച്ചത്തിൽ തന്റെ പരിചയക്കാരൻ ഒരാളുടെ മുഖം അജയന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. റിട്ടയർഡ് പ്രൊഫസർ ശിവരാമൻ നായർ, അപർണയുടെ മൂത്ത അമ്മാവനാണ്. അയാൾ അജയനെ കണ്ടപ്പോൾ തന്നെ ഒരു പുച്ഛവും പരിഹാസത്തോടെ: അജയൻ എന്താ ഇവിടെ? അജയനെ സാറിനറിയോ? ആള് നമ്മുടെ താൽക്കാലിക ജോലിക്കാരനാണ്. മാനേജറിന്റെ ആ ഒരു പറച്ചിൽ കൂടിയായപ്പോ ശിവരാമൻ മൂക്കത്ത് വിരൽ വെച്ചു. എന്നാലും എന്റെ അജയ, നിനക്ക് ഗൾഫിൽ പണം കായ്ക്കുന്ന മരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ എന്റെ അളിയൻ അപർണയെ നിനക്ക് കെട്ടിച്ചു തന്നത്.
എന്നിട്ട് നീ ഈ നാട്ടിൽ വന്ന് കൂലിപ്പണി ചെയ്യുകയാണോ? അതമ്മാവ, അവിടുത്തെ കോൺട്രാക്ട് കഴിഞ്ഞു. അപ്പോ ഒരു നല്ല ജോലി കിട്ടുന്നതുവരെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. എവിടെ? ഈ കൂലിപ്പണിക്കോ? ശ്ശെ! അയാൾ പുച്ഛത്തോടെ അജയനെ ഒരു ആട്ടാടിയിട്ട് മാനേജർക്കൊപ്പം നടന്നു. പക്ഷേ അജയൻ ആദ്യം തലയൽപ്പം താഴ്ത്തിയെങ്കിലും ബാങ്കിലെ ലോണും കടവും അതെല്ലാം ആലോചിച്ച് അയാൾ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അജയൻ കാണുന്നത് മുഖം വീർപ്പിച്ച് കെട്ടിയിരിക്കുന്ന അപർണയാണ്. എന്താ അപർണ? എന്തു പറ്റി? അവളൊന്നും തിരിച്ചു മിണ്ടിയില്ല. എടോ, എന്താ? എന്തു പറ്റി? താനെന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നെ? നിങ്ങക്ക് ശരിക്കും എന്താ ജോലി? എന്റെ ഭർത്താവ് വെറും കൂലിയാണോ? ഗൾഫിൽ നല്ല ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ എന്നെയും എന്റെ അച്ഛനെയും നാറ്റിക്കാനാണോ നിങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നത്? അപർണ, ഗൾഫിൽ എനിക്ക് നല്ല ജോലിയായിരുന്നു. കോൺട്രാക്ട് കഴിഞ്ഞു. ഇപ്പം നാട്ടിൽ വന്ന സമയത്ത് ഒരു നല്ല ജോലി കിട്ടിയില്ല. നമ്മുടെ കടങ്ങളെല്ലാം തീരണ്ടേ? ജീവിക്കണ്ടേ? ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നും കണ്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളിങ്ങനെ കൂലിപ്പണിക്ക് പോകാനാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒത്തുപോകത്തില്ല. അന്നു മുതൽ അജയനും അപർണയും തമ്മിലുള്ള സംസാരം പതിയെ പതിയെ കുറഞ്ഞു. അപർണ എപ്പോഴും അവളുടെ ലോകത്ത് മാത്രമായി. ഒന്നെങ്കിൽ ഫോണ്, അല്ലെങ്കിൽ ജോലി. ചില ദിവസങ്ങളിൽ അജയനെ ഒന്നും മൈൻഡ് ചെയ്യാറ് പോലുമില്ല. ഒരു ദിവസം രാവിലെ ജോലിക്കായി ചെല്ലുമ്പോൾ മാനേജർ പറഞ്ഞു, എടോ അജയ, ഇന്ന് താൻ വരണ്ടായിരുന്നു. ഞാൻ തന്നോട് അത് പറയാൻ മറന്നുപോയി. ഇന്ന് നമ്മുടെ മുതലാളിയുടെ മോടെ വിവാഹ നിശ്ചയമാണ്. ഞങ്ങളെല്ലാരും അങ്ങോട്ട് പോവാൻ നിൽക്കുക. താൻ ഏതായാലും വന്നതല്ലേ, ഞങ്ങളുടെ കൂടെ വാ. എന്തെങ്കിലും ശാപ്പാടടിച്ചിട്ട് പോകാടോ. അഭിമാനിയായ അജയന് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. വേണ്ട സാറേ, എനിക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇന്നൊരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് തീർന്നേനെ. എന്നാ പിന്നെ അത് നടക്കട്ടെ അജയ, താൻ വിട്ടോ. അജയൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്നേതായാലും സമയമുണ്ട്. വീട്ടിൽ ചെന്ന് അപർണയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. പാവം, അവൾക്ക് ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ തന്നെ അതുണ്ടാക്കി കൊടുക്കാം ഇതുണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്ന് വരെയും ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ടൗണിലെ കടയിൽ നിന്ന് 1 കിലോ ചിക്കനും സേമിയയും പച്ചക്കറിയും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. അത്രയും ദൂരം വെയിലത്ത് നടന്നു വന്നതുകൊണ്ടാവാം അജയൻ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. അയാൾ വീട്ടിലെത്തി ഉമ്മറപ്പടിയിൽ കുറച്ചു നേരം ഇരുന്നു. കയ്യിലുണ്ടായിരുന്ന പച്ചക്കറി കിറ്റ് ഒരു മൂലയിലേക്ക് നീക്കിവെച്ചു. ഹാ, നല്ല ദാഹമുണ്ട്. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അയാൾ പടിയിൽ നിന്ന് എഴുന്നേറ്റ് ചെടിച്ചട്ടിയിൽ വെച്ചിരുന്ന താക്കോൽ തിരയാൻ ശ്രമിച്ചു. താക്കോൽ കാണാനില്ല. അവസാനം വാതിൽ പൂട്ടി. താക്കോൽ ചട്ടിക്കിടയിൽ വെച്ചത് അജയൻ തന്നെയാണ്. പിന്നെ ആ താക്കോൽ എവിടെ പോയി? ചെടിച്ചട്ടിയിൽ താക്കോൽ കാണാതെയായപ്പോ അയാൾ ചവിട്ടിക്കടിയിലും പടികളിലെ ഓരോ മൂലയിലും തിരഞ്ഞു. ശ്ശെ, ഇതെന്ത് പറ്റി? ആരാണ് ഈ താക്കോൽ എടുത്തോണ്ട് പോയത്? അജയൻ ചെറിയൊരു ദേഷ്യത്തോടെ ഡോറിന്റെ പിടിയിൽ ഒന്ന് വലിച്ചു നോക്കി. കതക് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ് ആരോ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതാരാണ് താനും തന്റെ ഭാര്യയും ഇല്ലാത്ത സമയത്ത് ഡോറ് തുറന്ന് അകത്ത് കയറിയത്? അജയൻ ഒരു ദേഷ്യത്തോടെയും വെപ്രാളത്തോടെയും പിന്നാമ്പുറത്തേക്ക് നടന്നു. അടുക്കളവാതിൽ വഴി അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോ അയാളുടെ ശ്രമം അവിടെയും പാളി. അവിടെയും ലോക്ക് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ശ്ശെ, ഇതെന്താണ്? ആരാണ് ഇതിനുള്ളില്? അജയന്റെ ഉള്ളിൽ ഒരു വെപ്രാളവും ഭയവും ഒരുപോലെ തോന്നി തുടങ്ങി. അയാൾ ഒരു നിമിഷം ശ്രദ്ധയോടെ നോക്കിയപ്പോ തന്റെ മുറിയുടെ ജനാലയിൽ ഒരെണ്ണം മാത്രം കുറ്റിയിടാതെ ചാരിയിട്ടിരിക്കുന്നു. വല്ല കള്ളന്മാരും ഇതിനുള്ളിൽ കയറി കാണുമോ എന്ന് വിചാരിച്ച് ആ ഒരു ജനാല മാത്രം ശബ്ദം ഉണ്ടാക്കാതെ തുറന്നു. താൻ ജനാല തുറന്നപ്പോൾ ഉള്ള കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ആ ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി. താൻ ജീവന് തുല്യം സ്നേഹിച്ച തന്റെ സ്വന്തം ഭാര്യ മറ്റാരോ ഒരാളെ താനില്ലാത്ത സമയത്ത് വിളിച്ച് അകത്ത് കയറ്റിയിരിക്കുന്നു. താൻ വിരിച്ച കട്ടിലിൽ രണ്ടിന്റെയും കിടപ്പ് കണ്ടപ്പോൾ അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അജയൻ കുറച്ചു സമയം ആ ജനൽപ്പാളികളിൽ പിടിച്ചുകൊണ്ട് താഴേക്കിരുന്നു. ആ കണ്ണുകളിൽ കണ്ണുനീരാണോ ചോരയാണോ വരുന്നതെന്ന് അയാൾക്ക് പോലും പിടിയില്ല. അല്പസമയത്തിന് ശേഷം വാതിൽ തുറക്കുന്ന ശബ്ദത്തിൽ അയാൾ മുൻവശത്തേക്ക് ചെല്ലുമ്പോൾ തന്റെ ഭാര്യയുടെ ജാരനായ ആ താടിക്കാരൻ മനുഷ്യനെ അയാൾ വ്യക്തമായി കണ്ടു. അവർ രണ്ടുപേരും പുഞ്ചിരിയോടെ ഇറങ്ങി വരുമ്പോൾ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അജയനെയാണ് അവർ കാണുന്നത്. അയാളുടെ മുഖത്ത് അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അജയൻ അപർണയുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ തർപ്പിച്ചു നോക്കി. "അ- അജയേട്ടാ, ഇതെന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ, ജിഷ്ണു. ഇന്ന് ജോലി നേരത്തെ കഴിഞ്ഞപ്പോ ഇങ്ങോട്ടൊന്ന് കേറി, അത്രേ ഉള്ളൂ." അജയൻ ഒന്നും മിണ്ടിയില്ല. അപർണയെ മാത്രം കണ്ണ് മാറ്റാതെ അങ്ങനെ നോക്കി നിന്നു. അജയന്റെ നോട്ടത്തിൽ എന്തോ കാര്യമായിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. "അപർണ, ഞാൻ ഇറങ്ങുക. ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്" എന്ന് പറഞ്ഞ് ജിഷ്ണു പുറത്തേക്കിറങ്ങി.
നിങ്ങളൊന്ന് നിന്നേ. എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ അജേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അവളത് പറയുമ്പോൾ അജയന്റെ 5 കൈപ്പത്തിയും അപർണയുടെ മുഖത്ത് പതിഞ്ഞു. നീ എന്നെ പൊട്ടനാക്കുവാണോടി പുന്നാരമോളെ. ഞാൻ എൻ്റെ ജോലി പോലും കളഞ്ഞ് നാട്ടിൽ വന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ അമ്മയെപ്പോലും ഉപേക്ഷിച്ച് ഈ വാടക വീട്ടിൽ വന്ന് നിൽക്കുന്നത് അതും നിനക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നീ എന്നെ ഞാൻ കണ്ടു. ഇനി നിന്റെ നാടകമൊന്നും വേണ്ട. അയാളത് പറയുമ്പോൾ അപർണ നിന്ന് മിഴിനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു തക്കത്തിന് തന്നെ ജാനായ ജിഷ്ണു തടി തപ്പാൻ ഒരു ശ്രമം നടത്തി. ജിഷ്ണുവിന്റെ കോളർ പിടിച്ച് വലിച്ചുകൊണ്ട് അവന്റെ മുഖത്തും കൊടുത്തു 4-5 അടി. അജേട്ടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അപർണ അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അജയൻ വീണ്ടും അപർണയുടെ കരണത്ത് ഒന്നുകൂടി കൊടുത്തു. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങടോ മറ്റേ മോനെ. അപർണ അത് പറയുമ്പോൾ അജയൻ ഒന്ന് നിശ്ചലമായി നിന്നു. ജിഷ്ണു അവന്റെ കോളർ ശരിയാക്കി അജയനെ ഒന്ന് നോക്കി. ഇത് ഞാൻ വാടക കൊടുക്കുന്ന വീടല്ലേ? ഇവിടെ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ വീടിന്റെ വാടക കരാർ പ്രകാരം അജയനാണ് ആ വീട്ടിൽ നിന്ന് പോകേണ്ടത്. അത് കേട്ടപ്പോ അജയൻ ആദ്യം ഒന്ന് പതറിയെങ്കിലും അയാൾ മനക്കരുത്തോടെ ഉള്ളിൽ ഇരിക്കുന്ന തന്റെ മാത്രം സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. നിന്റെ കൂടെ ജീവിക്കാൻ കൊതിച്ചു വന്നവനാണ് ഞാൻ. ഇനിയൊരിക്കലും എന്നെ ചതിച്ച ഒരുത്തിയുടെ കൂടെ എനിക്കൊരു ജീവിതമില്ല. അത് പറഞ്ഞുകൊണ്ട് അജയൻ ഗേറ്റ് തുറന്നു പോകുമ്പോൾ വാതിൽപ്പടിക്കൽ അപർണയും ജിഷ്ണുവും നോക്കി നിൽപ്പുണ്ടായിരുന്നു. അപർണ, ഇതൊക്കെ വേണമായിരുന്നോ? അയാളെ വെറുതെ പിണക്കി വിടണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് വേണം ജിഷ്ണു? ജിഷ്ണുവിനെ തല്ലുന്നത് ഞാൻ നോക്കി നിൽക്കണോ? അയാൾ വെറും പട്ടിയാണ് ജിഷ്ണു. ഉളുപ്പില്ലാത്ത വെറും പട്ടി. സ്വന്തം അമ്മയും പെങ്ങളും ഒക്കെ ഇന്ന് ആട്ടി വിടുമ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വരും എന്ന് അപർണ ഒരു പുഞ്ചിരിയോടെ ജിഷ്ണുവിനോട് പറഞ്ഞു. ജിഷ്ണു അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് ലെവലേശം പേടിയോ വിഷമോ ഒന്നുമില്ല. എന്നാൽ ജിഷ്ണുവിന്റെ മുഖത്ത് താൻ കാമം കുതിച്ചു വന്നവനാണ്. എങ്കിലും ആ ഒരു മനുഷ്യനോട് ഒരു അലിവ് തോന്നിയിരുന്നു. അതേ നിമിഷം അജയൻ തന്റെ ബാഗുമായി സ്വന്തം വീടിന്റെ ഉമ്മറപ്പടി കടക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന ലീല അവനെ അമ്പരപ്പോടെ നോക്കി. എന്താ മോനെ, എന്തു പറ്റി? നീ എന്താ ഒറ്റയ്ക്ക് വന്നേ? അപർണ ഇവിടെ? ഈ ഒരു കഥയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 3ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.